തേങ്ങ ബിസിനസ് ചെയ്യുവാണോ? തേങ്ങ പൊളിക്കാൻ ആളെ കിട്ടുന്നില്ലേ? അങ്ങനെ കിട്ടിയാലും ആൾ കൂലി അധികമായിട്ട് ചോദിക്കുവാണോ? എന്റെ തോട്ടത്തിലെ കറണ്ട് കണക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ വിഷയം കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുവാണോ നിങ്ങള്? നിങ്ങൾ മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ആവശ്യമില്ല, തോപ്പും ആവശ്യമില്ല. ഒരു തേങ്ങ 7 പൈസക്ക് പൊളിക്കാൻ പറ്റുമെങ്കിൽ എന്തിനാണ് ഒരു തേങ്ങ പൊളിക്കാൻ വേണ്ടി 2 രൂപ കൊടുത്ത് ആളെ വെക്കുന്നത്? കേരളത്തിലെ തെങ്ങിൻ തോപ്പ് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം കൊപ്ര ബിസിനസ് എത്ര നല്ല ബിസിനസ് ആണെന്ന്. പക്ഷെ ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പൊളിക്കാൻ ആളെ കിട്ടാത്തതാണ്. അങ്ങനെ ആളെ കിട്ടിയാലോ ഒരാൾക്ക് ഒരു തേങ്ങ പൊളിക്കാൻ വേണ്ടി 1 രൂപ 2 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അത് വളരെയധികം നഷ്ടമായിരിക്കും വരുന്നത്. അപ്പൊ ഈ രണ്ട് പ്രശ്നത്തിനും ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോ ഡിഎസ്കർ ആണ്. അപ്പൊ ഈ കൊക്കോ ഡിഎസ്കർ ഒരുപാട് കിട്ടാനുണ്ട്. അപ്പൊ ഏതാണ് നല്ലൊരു കൊക്കോ ഡിഎസ്കർ എന്നും എന്തൊക്കെയാണ് അതിൽ നോക്കി വാങ്ങിക്കണമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മറ്റു കമ്പനിയിലൊക്കെ കൊക്കോ ഡിഎസ്കർ നോക്കുവാണെങ്കിൽ അവർ മോട്ടറിലായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ നമ്മൾ എഞ്ചിനിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തോപ്പിലേക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് ഉന്തിക്കൊണ്ട് നടക്കാൻ വേണ്ടി നമ്മുടെ ഹാൻഡിലും 2 ടയറും ഒരു റൊട്ടേറ്റിംഗ് വീലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കൊക്കോ ഡിഎസ്കറിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോമ്പാക്ട് 6 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീൻ വേണ്ട സ്പേസ് മാത്രമേ നമ്മുടെ ഈ കൊക്കോ ഡിഎസ്കറിന് ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ മറ്റു കമ്പനികളും നമ്മുടെ കമ്പനിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കിയാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എഞ്ചിൻ നമ്മൾ മാത്രമാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെ 700 തൊട്ട് 800 തേങ്ങ പൊളിക്കുമ്പോഴത്തേക്കും നമ്മൾ 1000 തേങ്ങയോളം 1 മണിക്കൂറിൽ പൊതിച്ചെടുക്കുന്നതാണ്. മറ്റു കമ്പനിയിലൊക്കെ തേങ്ങ പൊതിക്കുന്ന റബ്ബർ നോക്കുകയാണെങ്കിൽ അവർ റീയൂസബിൾ റബ്ബറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവും. എന്തിനാണ് അവരിങ്ങനെ പെട്ടെന്ന് കേടാവുന്ന റബ്ബർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ സ്പെയർസ് ഒക്കെ അവരുടെ കമ്പനിയിൽ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ കമ്പനിയിൽ നമ്മൾ വെർജിൻ റബ്ബറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവത്തില്ല. ഇൻ കേസ് കേടാവുകയാണെങ്കിലോ ഫുൾ സെറ്റോടെ മാറ്റേണ്ട കാര്യമില്ല. ഏത് റബ്ബറാണ് കേടായത് അത് മാത്രം മാറ്റിയാൽ മതി. അതുകൂടാണ്ട് സ്പേസിനാണെങ്കിലും വളരെ വിലക്കുറവായിരിക്കും. തേങ്ങ പൊളിക്കാൻ സഹായിക്കുന്നതാണ് കീ റോഡ്. മറ്റു സ്ഥലങ്ങളിലേക്ക് കീ റോഡ് തേഞ്ഞു പോവുകയാണെങ്കിൽ ഫുൾ സെറ്റോടെ മാറ്റേണ്ടി വരും. പക്ഷെ നമ്മുടെ എംഡിയിൽ ഏത് കീ റോഡാണോ തേഞ്ഞിട്ടുള്ളത് അത് മാത്രം മാറ്റിയാൽ മതി. കീ റോഡ് തന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ റോഡ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അത് നമ്മുടെ എംഡിയുടെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പൊ നമ്മൾ മോട്ടറിലാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് കറണ്ട് പോയി തേങ്ങ ഉള്ളി പെട്ടുപോയാൽ അല്ലെങ്കിൽ നമ്മുടെ കൈ എങ്ങാനും കുടുങ്ങി പോയിക്കാൻ നമുക്ക് റിവേഴ്സ് ഓപ്ഷൻ വരെ തിരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ കൊക്കോ ഡിഎസ്കർ മെഷീനിൽ നമ്മൾ ഒരാളെ വെച്ച് തേങ്ങ പൊളിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരു തേങ്ങ പൊളിക്കാൻ നമുക്ക് 1 രൂപ വെച്ചാണെങ്കിൽ നമുക്ക് 1000 തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1000 രൂപയാകും. അത് നിങ്ങൾ 10,000 തേങ്ങ പൊളിക്കാൻ വേണ്ടി നമുക്ക് 10,000 രൂപയും. അത് നമ്മുടെ ഈ കൊക്കോ ഡിഎസ്കർ മെഷീൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മോട്ടറിലാണ് നോക്കുന്നതെങ്കിൽ ഒരു തേങ്ങ പൊളിക്കാൻ നമുക്ക് 7 പൈസയും അതേ 1000 തേങ്ങ പൊളിക്കാൻ വേണ്ടി നമുക്ക് 70 രൂപയും 10,000 തേങ്ങ പൊളിക്കാൻ വേണ്ടി നമുക്ക് 700 രൂപ ആവുന്നത്. അതേ നമ്മൾ പെട്രോളാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഒരു തേങ്ങ പൊളിക്കാൻ വേണ്ടി 15 പൈസയും 1000 തേങ്ങ പൊളിക്കാൻ വേണ്ടി 150 രൂപയും 10,000 തേങ്ങ പൊളിക്കാൻ വേണ്ടി നമുക്ക് 1500 രൂപയാണ് ചിലവാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ് 10,000 രൂപ എവിടെ കിടക്കുന്നു, 700 രൂപ എവിടെ കിടക്കുന്നു, 10,000 രൂപ എവിടെ കിടക്കുന്നു, 1500 എവിടെ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് നമുക്ക് 9,000 രൂപ വരെ ഈ മെഷീൻ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ലാഭിക്കാവുന്നതാണ്. അപ്പൊ ഈ കൊക്കോ ഡിഎസ്കറിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ എടുക്കാവുന്നതാണ്. ആ വീഡിയോ ആദ്യം പറഞ്ഞ പോലെ എങ്ങനെയാണ് തോപ്പില്ലാണ്ട് തേങ്ങയില്ലാണ്ട് നിങ്ങൾക്ക് ലാഭം കണ്ടെത്താൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ തേങ്ങ പൊതിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഈ മിഷൻ വാങ്ങിക്കുവാണ്, നിങ്ങൾ സാധാരണ 2 രൂപക്കാണല്ലോ കൈകൊണ്ട് തേങ്ങ പൊതിച്ചു കൊടുക്കുന്നത്. അതേ ഈ മിഷൻ വാങ്ങിക്കുവാണ് നിങ്ങൾ 50 പൈസക്ക് പൊളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം തന്നെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങാവുന്നതാണ്. അടുത്ത നമ്മൾ ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒരു അഡ്വാൻറ്റേജ് ഇല്ലാത്ത കൊക്കോ ഡിഎസ്കർ 2-2.5 ലക്ഷം രൂപ പറയും. പക്ഷെ നമ്മുടെ എംഡിയിൽ വെറും 99,990 രൂപ മാത്രമാണ് വരുന്നത്. അത് നമ്മൾ വളരെയധികം ഓഫറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓഫറിൽ മിഷൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കും. നമ്മുടെ കമ്പനി നോക്കുവാണെങ്കിൽ കോയമ്പത്തൂർ കോവിൽപ്പാളയാണ്. അതുകൂടാതെ നമുക്ക് ഷൊർണൂർ സർവീസ് ബ്രാഞ്ചും ഉണ്ട്. അവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മിഷൻസ് എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ മിഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കും.